നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്താ ഇവിടെ? ഓ, വെറുതെ. ഇവിടെ എവിടെ കിടന്നാലും ദേവിയുടെ കൈക്കുള്ളിൽ കിടക്കുന്ന പോലൊരു തോന്നല. അവിടെ കുടജാദ്രി മലയിൽ നിന്ന് വീണപ്പോഴും ഈ തോന്നലുണ്ടായിരുന്നോ? അന്നേരത്ത് അതൊരു വെറും തോന്നലായിരുന്നില്ല, അതൊരു സത്യമായിരുന്നു. ഞാൻ വ്യക്തമായി അനുഭവിച്ച സത്യം. സ്വന്തം കൈവെള്ളയിൽ തന്നെ ദേവി എന്നെ താങ്ങി നിർത്തി. പിന്നെ കുട്ടിയുടെ കൈപിടിച്ച് ഞാൻ ആ മരണഗർത്തത്തിൽ നിന്ന് കരകയറി. എന്തിനായിരുന്നു ആ സാഹസം? എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരവില്ല. ജീവിതം മതിയെന്ന് തോന്നിയപ്പോ ചെയ്തു പോയതാ. ഇപ്പോഴും അങ്ങനെ ഒരു വിചാരം ഉണ്ടോ? ഇല്ല. ഇപ്പൊ സ്വപ്നങ്ങളാണ്, പ്രതീക്ഷകളാണ്. ആകെ കൂടെ സന്തോഷത്തിലാണ് ഞാൻ. പോയതെല്ലാം ഉപേക്ഷിക്കുന്നു, പുതുതായി വരുന്നതിനെ സ്വീകരിക്കുന്നു. അത് നന്നായി. അതാണ് അമ്മയുടെ മഹത്വം. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടു വരുന്നവർക്കും പുതിയ പ്രതീക്ഷകൾ ഉണ്ടാവും. അതാ അമ്മയുടെ അനുഗ്രഹം, കരുണ. നിങ്ങളിപ്പോ അമ്മയുടെ കാരുണ്യം നേടിയിരിക്കുക. സന്തോഷം. മൂകാംബി അമ്മയെക്കുറിച്ച് ഒരു ചിന്തയും വിചാരവും ഇല്ലാതെയാണ് ഞാനിങ്ങോട്ട് വന്നത്. എല്ലാം അവസാനിപ്പിക്കാനുള്ള പ്രേരണ മാത്രമേ അപ്പോൾ എനിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോ എൻ്റെ മനസ്സ് നിറയെ അമ്മയാണ്. എല്ലാം അമ്മയിൽ സമർപ്പിക്കാനുള്ള പ്രേരണയാണ്. അതാണ് ഭക്തി. ഫലം ആഗ്രഹിക്കാത്ത ഈ ഭക്തിയാണ് ദേവിക്കിഷ്ടം. കുട്ടിയെ പലവട്ടം കാണാൻ ശ്രമിച്ചതാണ് ഞാൻ, പക്ഷെ സാധിച്ചില്ല. വെറുതെ കാണാൻ വേണ്ടി മാത്രമല്ല, കുട്ടിയുടെ കാര്യങ്ങൾ അറിയാൻ കൂടി വേണ്ടിയാണ്. ഓ, എന്നെക്കുറിച്ച് എന്തറിയാനാ? അറിയാൻ മാത്രം ഒന്നുമില്ല. അതല്ല, അറിയണം. മരണത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിച്ചത് കുട്ടിയാണ്. കുട്ടിയെക്കുറിച്ച് എനിക്കെല്ലാം അറിയണം. ഏയ്, എന്നെക്കുറിച്ച് അങ്ങനെ അധികം ഒന്നും പറയാനില്ല. എങ്കിലും കയ്യും തലയും പുറത്തിരുന്ന് എഴുതി വെച്ചിരിക്കുന്ന കണ്ടില്ലേ? സോറി. ബസ്സിലിരുന്ന് ഉറങ്ങി പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതിനിടയിൽ കയ്യും തലയൊന്നും പുറത്തു പോകാൻ സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. ശരി. കറി കരിയാനുള്ള ഒരു സാധനമില്ല. മുളകില്ല, മല്ലിയില്ല, പഞ്ചസാരയുമില്ല. സാധനങ്ങളില്ലെങ്കിൽ വാങ്ങിക്കണം. ആരെങ്കിലും വിട്ട് വാങ്ങിപ്പിക്കണം. അത് ചെയ്യാതെ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എല്ലാം കൈകാര്യം ചെയ്യുന്നതേ അവളാ, അതേ ഊട്ടി. എല്ലാം തീർന്നിട്ടും അവളൊന്നും നോക്കിയിട്ട് പോലുമില്ല. ബാക്കിയൊക്കെ നാളെ വാങ്ങിയാലും മതി. പക്ഷെ പഞ്ചസാര ഇപ്പൊ തന്നെ വാങ്ങണം. മോളെ, അടുക്കള സാധനങ്ങൾ തീർന്നു അറിഞ്ഞില്ലേ? ഇന്ദുമതി, സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെന്ന്, അവിടെ കവറിൽ വെച്ചിട്ടുണ്ടെന്ന്. പഞ്ചസാരയോ? പഞ്ചസാര വാങ്ങാൻ മറന്നു അല്ലേ? ഇപ്പൊ തന്നെ വാങ്ങണം. അറിയാലോ, പഞ്ചസാര ഇല്ലാതെ സുരേന്ദ്രേട്ടൻ ചായ കുടിക്കില്ല. ഇവിടുത്തെ പിള്ളേരും ചായ കുടിക്കില്ല. ഇന്ദുമതി, ഒരു ദിവസത്തേക്ക് എല്ലാരും പഞ്ചസാര ഇല്ലാതെ ചായ കുടിക്കട്ടെ. ഈ രാത്രിയിൽ ഇനി ഈ കൊച്ചിനെ കടയിലേക്ക് പറഞ്ഞു വിടണോ? ഏത് രാത്രിയിലും സഞ്ചരിക്കാനുള്ള തന്റെ ഇടം ഇവക്കുണ്ട്.
അമ്മ വെറുതെ അവളെ കുറച്ച് കണ്ട. അവള് പോയിട്ട് വരും. ചെല്ല്, ചെന്ന് വാങ്ങിട്ട് വാ. മോളെ മോളെ ദേവുട്ടി വേണ്ട മോളെ, രാത്രി ഒരുപാട് വൈകിയില്ലേ? അച്ഛന് ചായ കിട്ടിയില്ലെങ്കിൽ പ്രയാസമൊന്നും ആവില്ല. അവൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഈ അസമയത്ത് നിന്നെ കടയിലേക്ക് പറഞ്ഞു വിടില്ല. ചേച്ചി ഇതെങ്ങോട്ടാ? പഞ്ചസാര തീർന്നു, അത് വാങ്ങാൻ കടയിലേക്ക് പോവാ. ചേച്ചി ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടെ വരാം. ഏയ് വേണ്ട വേണ്ട, നീ എങ്ങോട്ട് പോകുന്നു വേണ്ട. അമ്മേ, ചേച്ചി ഒറ്റയ്ക്ക് ഞാനും കൂടെ പോന്നേ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? ഇവക്കറിയാം ഒറ്റയ്ക്ക് പോവാനുള്ള തന്റെ ഇടക്ക് ഇവക്കുണ്ട്. ഇന്ദുമതി, നീ എന്തിനാ ഇങ്ങനെ ദുശാഠ്യം പിടിക്കണേ? വിനോദ് അവളുടെ കൂടെ പോയിക്കോട്ടെ. രണ്ടുപേരും കൂടി പോയി സാധനങ്ങൾ വാങ്ങി വരട്ടെ. വേണ്ടാന്ന് പറഞ്ഞില്ലേ? മോളെ, അമ്മേ, ഇത് ഇത്തിരി കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അഖിലേച്ചിയാണെങ്കിൽ അമ്മ ഈ സമയത്ത് ഇങ്ങനെ ഒറ്റയ്ക്ക് പറഞ്ഞു വിടുമായിരുന്നോ? അവള് കുട്ടിയല്ലേ, ഇവക്ക് നല്ല തന്റേടുണ്ട്. ഒന്നിനെയും പേടിയുമില്ല. നീ പോയി നിന്റെ കാര്യങ്ങൾ നോക്കടാ. ആ ആ ദാ ഇതെന്താ? ഇത് കുറച്ച് ഉണ്ണിയപ്പാ. വരുന്ന വഴിക്കൊരു തട്ടുകട, അവിടെ തന്നെ ഉണ്ടാക്കുന്നതാ. അല്ല, ദേവൂട്ടി ഇവിടെ? അവളാ കടവരെ പോയേക്കോ? അത് കേട്ടോ സുരേന്ദ്ര, ഈ രാത്രിയിൽ ഇന്ദുമതി ആ കൊച്ചിനെ ഒറ്റയ്ക്ക് കടയിൽ പറഞ്ഞു വിട്ടിരിക്കുക. അമ്മയൊന്നും മിണ്ടാതിരിക്കോ? രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പുറത്തിറങ്ങി നടക്കുന്നവൾ അവള്.